ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത ചക്ക ഉപയോഗിച്ചുള്ള രുചികരമായ ഒരു വിഭവമാണ്. അതിനാദ്യം വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 1/4 ഗ്ലാസ് ശർക്കര പാനി, ശർക്കര ചീകി ഉരുക്കി അരിച്ചൊഴിച്ചത്, അതാണ് വേണ്ടത്. അതിലേക്ക് ഒരു 15 ചക്കച്ചുള, അത് ശർക്കര പാനി ഒന്ന് നന്നായി യോജിക്കത്തക്ക രീതിയിൽ ആ ചക്കച്ചുളയൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇങ്ങനെ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ചക്കച്ചുളയുടെ എല്ലാ ഭാഗവും ശർക്കര പാനി നന്നായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീണ്ടും നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുക. നമ്മൾ വീണ്ടും ഒന്നുകൂടി അതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ യോജിപ്പിച്ചതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ഒന്ന് ചേർക്കാം. തേങ്ങ ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക രുചിയും നല്ല ഒരു നല്ലൊരു കാണാനൊരു ഷൈനിങ്ങും കിട്ടുന്നത്. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് അതിനുശേഷം 2 ഏലക്ക കൂടി ചേർക്കാം നമുക്കിതിൽ. ഏലക്ക ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഏലക്കയുടെ രുചി ഇല്ലാത്തവർ ചേർക്കണം എന്നേ ഇല്ല, തികച്ചും ഓപ്ഷണലാണ്. ഇപ്പം നിങ്ങളിത് കാണുന്നില്ലേ, ശർക്കരയും തേങ്ങയും എല്ലാം ചക്കയിലോട്ട് നന്നായി പിടിച്ചിരിക്കുന്നു. നമുക്കിത് തയ്യാറാക്കാൻ വെറും 3 മിനിറ്റ് മാത്രം മതി. വളരെ സ്വാദിഷ്ടമായ ഈ ഒരു വിഭവം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. റെഡിയായി കഴിഞ്ഞത്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.